നമസ്കാരം. 2020 നിന്ന് രാജിവെച്ച എറണാകുളം ജില്ലാ കോർഡിനേറ്റർ അസ്ലഫ് പാറേക്കാടനാണ് ഇന്ന് എൻ്റെ ഒപ്പം ചേരുന്നത്. നമസ്കാരം. 2020 നിന്ന് രാജിവെക്കാനിടയ സാഹചര്യം എന്തായിരുന്നു? ഞാനൊരു ചെറിയ കാലയളവിൽ മാത്രമാണ് 2020 കോർഡിനേറ്ററായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളൂ. ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ പൊതുപ്രവർത്തനത്തിൽ പറ്റിയൊരു തെറ്റായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. 2020 കോർഡിനേറ്റർ ആയിരുന്നു എന്ന് പറയാൻ ഞാൻ ഒരിക്കലും പറയില്ല. എനിക്ക് നാണക്കേടായിട്ട് തോന്നുന്നു. അപ്പോൾ ഇതിൽ മാറാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ അവസാനിപ്പിക്കുന്നു എന്നൊരു ഘട്ടത്തിൽ ഞാൻ എൻ്റെ മുന്നിൽ പ്രവർത്തിച്ച പാർട്ടിയിൽ നിന്ന് മാറി അവിടുത്തെ ഇന്റേണൽ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടുള്ള തിക്താനുഭവങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യത്തിലാണ് 2020 കോർഡിനേറ്റർമാരും അതുപോലെ തന്നെ 2020 മറ്റു പ്രവർത്തകരും ഒക്കെ എന്നെ സമീപിച്ച് ഈ തരത്തിൽ 2020 പ്രവർത്തിക്കാനുള്ള പ്രഷർ ചെലുത്തിയിരുന്നു. നിരന്തരമായ ആ ഒരു സമ്പർക്കം, അതിലൂടെ പൊതുപ്രവർത്തനം മാറിയിരിക്കുന്ന ഒരാള്, അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ വികസനം നടത്തുന്നു, ഞങ്ങൾ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് നടപ്പാക്കിയിട്ടുണ്ട്, അത് നടപ്പാക്കും, അതിന്റെ തുടർച്ചയെന്ന് വേണം. ആലുവ പ്രദേശത്താണ് ഞാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത്. ഞാൻ മുന്നേ പ്രവർത്തിച്ച പാർട്ടിയിൽ ആലുവ മണ്ഡല സെക്രട്ടറി ആയിരുന്നു. അപ്പൊ നിങ്ങളുടെ ബന്ധങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആലുവയിൽ 2020 പ്രവർത്തനം വ്യാപിപ്പിക്കാനും പറ്റും. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെയുള്ള ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് പോലെയുള്ള, അതുപോലെ തന്നെ സാധാരണക്കാർക്ക് വീട്, തൊഴിലാളികൾക്ക് തൊഴില്, ഓട്ടോറിക്ഷ, അങ്ങനെയുള്ള കുറെ വാഗ്ദാനങ്ങൾ ഇതൊക്കെ നടപ്പാക്കാൻ പറ്റും. പക്ഷെ നിങ്ങളപ്പോ ഞങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് നേതൃത്വം കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ആ സാഹചര്യത്തിലാണ് ഞാൻ ആ ഒരു പാർട്ടിയിൽ ഞാൻ ജോയിൻ ചെയ്യുന്നത്. അതിനുശേഷം ആ പാർട്ടിയിൽ ജോയിൻ ചെയ്തു, അതിന്റെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. നിരവധി ആളുകളെ നമ്മൾ ആലുവ പ്രദേശത്ത് ഈ പാർട്ടിയിലേക്ക് വന്നു. പക്ഷെ ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ 2020 കഴിഞ്ഞ ഒരു 2-3 വർഷക്കാലമായിട്ട് ആലുവ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോട് അനുബന്ധിച്ച് ആലുവ മേഖലയിൽ അവർക്ക് കുറച്ച് വോട്ടുകൾ കിട്ടിയ സാഹചര്യത്തിൽ അതിന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയും ചെയ്തു. ഇപ്പൊ പ്രധാനമായിട്ടും പറയാം, ഇടത്തല പഞ്ചായത്ത്, ചൂർണിക്കര, അതുപോലെ കിഴുമാട്, നെടുമ്പാശ്ശേരി, ആലുവ ടൗൺ, ഇത്തരം സ്ഥലങ്ങളിൽ ഇതിന് ഘടകങ്ങൾ രൂപീകരിക്കുകയും അതുപോലെ വാർഡ് കമ്മിറ്റികൾ രൂപീകരിക്കുകയും ശക്തമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് 2020 ഉടമസ്ഥൻ ഞാൻ പറയുള്ളൂ, ഉടമസ്ഥൻ സാബു ജേക്കബിനെ കണ്ട സമയത്ത് അദ്ദേഹം ഇതിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഈ നിലവിലുള്ള എല്ലാ വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികളോട് എതിരാണ്. എന്റെ കാഴ്ചപ്പാടതല്ല, ഞാൻ ഇതിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് ജനക്ഷേമത്തിനാണ്. അദ്ദേഹത്തിന്റെ സ്ഥിരം പല്ലവി ഇതാണ് പറഞ്ഞത്. അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ അഴിമതിക്കാരാണ്. ഞാൻ എന്റെ കയ്യിലുള്ള CSR ഫണ്ട് അടക്കമുള്ള ഫണ്ടുകളും എന്റെ ഫണ്ടുകളും പിന്നെ ഇതിന്റെ അഭ്യുദയാംശങ്ങളായ ആളുകളുടെ ഫണ്ടുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തുന്ന മറ്റു രാഷ്ട്രീയ പാർട്ടികളെ പോലെ പിരിവെടുക്കാറില്ല. അതുപോലെ തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ പോലെ അഴിമതിയില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളിലേക്ക് വരുന്നത്. പക്ഷെ ഇതിന്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ, ഇതിന്റെ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് മറ്റു രാഷ്ട്രീയ പാർട്ടികളെ പോലെ ഒന്നുമല്ല പ്രവർത്തിക്കുന്നത്. പുള്ളി പറഞ്ഞ കറക്റ്റാ. ബിക്കോസ് ഇതിനൊരു ഘടന പോലും ഇല്ല. അദ്ദേഹത്തിന് തോന്നുന്ന ചില ദിവാസ്വപ്നങ്ങൾ, അദ്ദേഹത്തിന്റെ ചില ആഗ്രഹങ്ങൾ, തോന്നലുകൾ നടപ്പാക്കാനായിട്ട് അദ്ദേഹം കണ്ടുപിടിച്ച ഒരു കുറുക്ക് വഴി മാത്രമാണ് 2020. അല്ലാതെ അദ്ദേഹത്തിന് ജനങ്ങളെ വികസിപ്പിക്കാനോ നാട് വികസിപ്പിക്കാനോ ജീവിത സുരക്ഷ ഉറപ്പുവരുത്താനുള്ള ഒരു താല്പര്യമില്ല. അദ്ദേഹം എന്നോട് ആദ്യം കണ്ട സമയത്ത് പറഞ്ഞത് 2020 ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് അത് CPM അടച്ചുപൂട്ടിച്ചതാണ്, അല്ലെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയക്കാരെ അടച്ചുപൂട്ടിച്ചതാണ്. മാർച്ച് മാസത്തോടു കൂടി ഞാനത് പുനരാരംഭിക്കും. അത് ആരംഭിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇവിടെയുള്ള ആളുകൾക്കൊക്കെ പല കാര്യങ്ങൾ കൊടുക്കുന്ന ആദ്യ കൂടിക്കാഴ്ചയിൽ പറഞ്ഞു. എന്നാൽ രണ്ടാമത്തെ മീറ്റിംഗ് എത്തിക്കഴിഞ്ഞപ്പോൾ സംസ്ഥാന ലെവലിലുള്ള മീറ്റിംഗ് ആണ്. അതായത് സംസ്ഥാന ലെവൽ എന്ന് പറഞ്ഞാൽ ഭാരവാഹികളെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട്, മണ്ഡലം ഭാരവാഹികളെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു രീതിയാണ്. മറ്റു രാഷ്ട്രീയ പാർട്ടികളെ പോലെയല്ല, കുറച്ച് ആളുകളെ ഉള്ളൂ. ഇപ്പൊ പല സ്ഥലങ്ങളിലുമൊക്കെ കമ്മിറ്റികളൊക്കെ രൂപീകരിച്ച് അവരെല്ലാവരും കൂട്ടിച്ചേർത്തിട്ട് ഈ ഒരു യോഗം നടത്തുന്നത്. ആ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞത് 2020 കാർഡ്, അതായത് 2020 ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് ഇനി തുറക്കില്ല, കുന്നത്താടുക്ക് പോലും തുറക്കില്ല. അതിന് പകരമായിട്ട് ഏപ്രിൽ-മെയ് മാസത്തോടു കൂടി ലോയൽറ്റി കാർഡ്, അദ്ദേഹത്തിന്റെ പ്രസ്താവന ഉണ്ട്, അതിന്റെ വീഡിയോ കിടക്കുന്നുണ്ട്, ലോയൽറ്റി കാർഡ് നടപ്പാക്കും. ഈ ലോയൽറ്റി കാർഡ് നടപ്പാക്കി കഴിഞ്ഞാൽ കേരളം ഒട്ടാകെ നടപ്പാക്കും. കുന്നത്താട് മാത്രമല്ല, കേരളം ഒട്ടാകെ മത്സരിക്കുന്ന മുഴുവൻ സ്ഥലങ്ങളിലും നടപ്പാക്കുമെന്നുള്ള പ്രസ്താവന അദ്ദേഹം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നടത്തിയിരിക്കുന്നത്. ഞങ്ങളോടും പറഞ്ഞത് ഈ തരത്തിൽ ലോയൽറ്റി കാർഡ് നടപ്പാക്കി കഴിഞ്ഞാൽ പലചരക്ക് സാധനങ്ങൾ മാത്രമല്ല, ആശുപത്രി ചെലവ്, ആ ചെലവ്, ഈ ചെലവ്, പെയിന്റ് കടയിലെ ചെലവ്, ഇങ്ങനെയുള്ള ചെലവുകളൊക്കെ നടന്നു പോകും. ഇത് 2020 പാർട്ടിക്ക് ഗുണം ആവും. അതുപോലെ തന്നെ ജനങ്ങൾ ഇതിലേക്ക് അട്രാക്ട് ആവും. അതുകൊണ്ട് നിങ്ങൾ ആരെ കണ്ടാലും, നിങ്ങൾ വീടുകളിൽ ചെന്നാലും ഈ ലോയൽറ്റി കാർഡ് നടപ്പാക്കും എന്ന് പറയാൻ പറഞ്ഞു. നമുക്ക് അതിലെ ചതിവപ്പ് മനസ്സിലായില്ല. ഈ ലോയൽറ്റി കാർഡ് നടപ്പാക്കുന്ന രീതിയിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നീടുള്ള സമയങ്ങളിലൊക്കെ ആളുകൾ, അതായത് നമ്മുടെ 2020 പ്രവർത്തകരായിട്ടുള്ള ആളുകളൊക്കെ, സാധാരണക്കാരായ ആളുകൾ, അവർക്ക് ഇതിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല, അവര് ഈ പറഞ്ഞ പോലെ വീടുകളിൽ ആളുകളെ സമീപിച്ചത്. പക്ഷെ അതിനുശേഷം പിന്നീട് നമുക്ക് മനസ്സിലായി ഇങ്ങനെ ഒരു 2020 കാർഡോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ലോയൽറ്റി കാർഡോ കൊടുക്കില്ല. അതിനുശേഷം ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് കണ്ട് സംസാരിച്ചു. നിങ്ങൾ ഈ തരത്തിൽ പോയി കഴിഞ്ഞ ജൂൺ മാസത്തിൽ നിങ്ങൾ ഈ ഒന്നോ ആ മാർക്കറ്റ് തുറക്കുന്നില്ല, ഈ ലോയൽറ്റി കാർഡ് നിങ്ങൾ കൊടുക്കുന്നില്ല, പറഞ്ഞ സമയം അവസാനിച്ചു. ജനങ്ങളൊക്കെ ഇത് പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ഇത് ഈ 2020 ലോയൽറ്റി കാർഡ് ആ രീതിയിലാണ് ആളുകൾ ഇത് കൂട്ടിയിരിക്കുന്നത്.
അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് ആലോചിക്കണം, ഞാൻ പിന്നെ പറയാന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കുന്ന ഒരു സമീപനമാണ്. അപ്പോഴേ ഞാൻ പറഞ്ഞു ഇത് നടക്കാത്തൊരു കാര്യമാണ്. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ 2020 കോർഡിനേറ്റേഴ്സ് വിളിച്ചു പറയാണ് നമുക്കൊരു സർവേ നടത്താം. അപ്പൊ ഞാൻ പറഞ്ഞു സാബു എം ജേക്കബ് എന്ന് പറഞ്ഞ വ്യക്തിയെ നേരിട്ട് കണ്ട് 2 ദിവസം മുമ്പ് സംസാരിച്ചപ്പോൾ അദ്ദേഹം വേണ്ട എന്നാ പറഞ്ഞ, കൊടുക്കില്ല എന്നാ പറഞ്ഞത്. ഞാൻ കൊടുക്കുമോ? അത് ഇനിയും കൊടുക്കൊന്നുമില്ല, അതിൽ സർവേ നടത്താം. ഞാൻ പറഞ്ഞു സർവേ നടത്താൻ ഞാൻ കൂട്ടുവെക്കില്ല. ബിക്കോസ് ഒരു സർവേ നിങ്ങൾ നടത്തി കഴിഞ്ഞാൽ ഇത് കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്, നമ്മൾ ബാധ്യസ്ഥരാണ്. അല്ലാതെ ഒരു ടൈം ലിമിറ്റ് ഇല്ലാതെ എപ്പോ കൊടുക്കുമെന്ന് പറയാതെ, എത്ര പേർക്ക് കൊടുക്കുമെന്ന് പറയാതെ ഒരിക്കലും ഈ സർവേ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഫോൺ കട്ട് ചെയ്തത്. പിന്നീടുള്ള പല മീറ്റിങ്ങുകളിലും ഈ ആവശ്യം പറഞ്ഞെങ്കിലും ഞാൻ അതിന് അനുവദിച്ചില്ല. ഇതിന്റെ ഇടക്കാലയളവിൽ ചെറിയൊരു കാലയളവിൽ എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വന്നുകൊണ്ട് ഞാൻ മാറിയുന്ന ഒരു കാലയളവുണ്ട്, ഒരു മാസത്തോളം കാലം. ഇതിന്റെ ഇടയിൽ നമ്മൾ പോലും അറിയാതെ എന്റെ നാട്ടിൽ ഈ വ്യാപകമായിട്ട് 2020 ഒരു സർവേ നടത്തുകയാണ്. ഈ സർവേ എന്ന് പറയുമ്പോൾ സാധാരണ ഒരു സർവേ അല്ല. നമ്മൾ പണ്ടൊക്കെ ഇടതുപക്ഷത്തേക്ക് നിന്നപ്പോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയപ്പോൾ നമ്മൾ ഭയപ്പെട്ടൊരു കാര്യമുണ്ട്. നമ്മുടെ നാട്ടിലെ ജാതിയും മതവും ചോദിച്ചുകൊണ്ടുള്ള സർവേ, ആ സർവേ പൗരത്വ ഭേദഗതി ബില്ല് പോലുള്ള ബില്ലുകൾ വന്നപ്പോൾ നമ്മൾ എതിർത്ത സർവേ ആണ്. ഈ സർവേ ആണ് അവർ നടത്തുന്നത്. ഇതിന്റെ ഫോം ഞാൻ കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ ഫോം നിങ്ങൾക്ക് കാണിച്ചു തരാം. 2 തരത്തിലുള്ള ഫോമുകളാണ്. ഒന്ന് 2020 പാർട്ടി 2025 ഇങ്ങനെ ഒരു സർവേ ഫോറം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എനിക്കറിയില്ല. ഇങ്ങനെ ഒരു സർവേ ഫോറം, ഇതില് ആളുടെ പേര്, വീട്ടുപേര്, ഫോൺ നമ്പർ, മതം, ജാതി, അതുപോലെ വീടിന്റെ തരം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ഇനി മറ്റൊരു ഫോം കൂടി ഉണ്ട്. ഇത് കൂടാണ്ട് ഒരു ഫോം ഉള്ളത്, ഇതും 2020 പാർട്ടി സർവേ 2024 ഈ ഫോമും വിതരണം ചെയ്യുന്നുണ്ട്. ഈ ഫോമിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് മതം ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം കൃത്യമായിട്ട് നമ്മുടെ നാട്ടിൽ 3 മതങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജാതി ചോദിച്ചിട്ടുണ്ട്. ജാതി ചോദിക്കാൻ പാടില്ല. എന്തിനാ ചോദിക്കുന്നത്? സാബു എം ജേക്കബ് എന്തിനാ ആളുകളുടെ ജാതി കണ്ടുപിടിക്കുന്നത്? സാബു എം ജേക്കബിന് ജാതി മാത്രം അറിഞ്ഞാൽ പോരാ, ഏത് കാറ്റഗറിയാന്നും കൂടി അറിയണം. പുള്ളി സർക്കാർ ജോലിയൊന്നും കൊടുക്കുന്നില്ലല്ലോ. SC, ST, OBC ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ജനറൽ ഏത് വിഭാഗം, പുള്ളിക്ക് എല്ലാം അറിയണം. നമ്മൾ സാധാരണ PSCയുടെ ഫോം ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഫോറം നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഫില്ല് ചെയ്ത് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഓൺലൈനിൽ ഫില്ല് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇന്ത്യൻ പാസ്പോർട്ട് ലഭിക്കാൻ പോലും ഇന്ന് നമ്മുടെ നാട്ടിൽ ജാതി മതവും വേണ്ടാത്തപ്പോഴാണ് സാബു എം ജേക്കബ് ഇത് ചോദിച്ചുകൊണ്ട് ഇത് വ്യാപകമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1-2 അല്ല, 20,000 ഫോമുകളാണ് അടിച്ചു വിതരണം ചെയ്ത് 3,000 രൂപ ദിവസ വേതനം കൊടുത്തുകൊണ്ട് പ്രവർത്തകരെ കൊണ്ട് ആലുവയിലുള്ള വിവിധ സ്ഥലങ്ങളിൽ ഇത് സപ്ലൈ ചെയ്ത് ഇതിന്റെ ഡേറ്റ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഫോം ഒരെണ്ണമായിട്ട്, എന്റെ ഫോം അങ്ങനെ കിട്ടുന്നത്, എന്റെ അടുത്ത് ഇതിന് സംശയം തോന്നിയ പ്രവർത്തകർ തന്നിട്ട് എന്നോട് പരാതി പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു അപകടകരമായ രീതിയിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ ഒരു ഫോം വാങ്ങിക്കുന്നത്. ഈ ഫോം വാങ്ങിച്ച് നേരെ ഞാൻ 2020 സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഗോകുമാരൻ, ഇദ്ദേഹത്തിലേക്ക് എത്താൻ പറ്റില്ല. ഇദ്ദേഹത്തിനെ കാണണമെങ്കിൽ, ഇത് സാബു എം ജേക്കബിനെ കാണണമെങ്കിൽ നമുക്ക് പ്രധാനമന്ത്രിയെ കാണുന്നേക്കാളും ബുദ്ധിമുട്ടാണ്. ഒരു 10 അപ്പോയിന്റ്മെന്റ് എടുത്താൽ അദ്ദേഹത്തിനെ കാണാൻ പറ്റുള്ളൂ. ഫോൺ വിളിച്ച് നമുക്ക് കിട്ടില്ല. അല്ലെങ്കിൽ ഫോൺ വിളിച്ചാൽ അദ്ദേഹത്തിന്റെ ഫോണിലേക്കോ അല്ലെങ്കിൽ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട ആളുകളിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഇവിടെ ഇല്ല, തെലങ്കാനയിലാണ്, അമേരിക്കയിലാണെന്നുള്ള മറുപടി കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ 2020 സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഗോപകുമാർ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇങ്ങനെ ഒരു ഫോറം അടിച്ച് വിതരണം ചെയ്യുന്നുണ്ട്, നിങ്ങൾ കൊടുക്കോ, സാധനം കൊടുക്കോ? സാധനം കൊടുക്കാൻ ഒരു തീരുമാനവുമില്ല. ഫോറം വിതരണം ചെയ്യാൻ പറ്റി, ഫോറം അതിനെ പറ്റി ഞാൻ പഠിക്കട്ടെ, അറിയട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അത് അടുത്തത് ചാർലി പോൾ, അഡ്വക്കേറ്റ് ചാർലി പോളിനോട് വിളിച്ച് ചോദിച്ചു. നിയമം കൂടി അറിയാവുന്ന ഒരാളാണ്. ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഒരു ഫോറം വിതരണം ചെയ്യുന്നുണ്ട്, എന്താണ് അവസ്ഥ? അതിനെപ്പറ്റി അറിയില്ല, സാധനം കൊടുക്കോ? ഇത് പറഞ്ഞ പലർക്ക് സാധനം ഉള്ള പുള്ളിയുടെ മെയിൻ അട്രാക്ഷൻ, ഇത് കൊടുക്കുവോ? അത് കൊടുക്കില്ല, എന്തായാലും സാറിന് കൊടുക്കാൻ താല്പര്യമില്ല. കുന്നത്താട് ഇപ്പൊ പിന്നെ കിറ്റ് കൊടുക്കുന്നതും അതുപോലെ തന്നെ ഇത് തുറക്കാന്ന് പറയുന്നത് ഇലക്ഷന് വേണ്ടി മാത്രമാണെന്നുള്ളത് പറയണം. ഞാൻ ചാർലി പറയാണ്. ഞാൻ പറയും അടിയന്തരമായിട്ട് ഈ ഫോറം എന്റെ നാട്ടിൽ നിന്ന് പിൻവലിക്കണം, ഇത് അപകടമാണ്. ബിക്കോസ് ഞാനൊരു പൊതു രംഗത്ത് നിൽക്കുന്ന ഒരാളാണ്. നാളെ നിങ്ങൾ ഇത് കൊടുത്തില്ലെങ്കിൽ ഉണ്ടാവുന്ന അപകടം, ഈ ഞങ്ങളെ വിശ്വസിച്ച് വന്ന ആളുകളെ നിങ്ങൾ കബളിപ്പിക്കുകയാണ്, അതൊരു വശം. രണ്ടാമത്തെ കാര്യം, ജാതി മതം ചോദിച്ചുകൊണ്ട് നിങ്ങൾ തന്നെ സർവേ നടത്തുന്ന 2020 ആവശ്യമില്ല. ഈ പറഞ്ഞതിന് അതിന് മറുപടി ലഭിച്ചത് അസ്ലഫിന് താല്പര്യം ഇല്ലെങ്കിൽ അസ്ലഫ് ഇതിന്ന് മാറിയുന്നോ? അസ്ലഫ് ഇതിൽ ഇല്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. ഇനിയും ഇലക്ഷനൊക്കെ വരുമല്ലോ, വലിയ ഇലക്ഷനൊക്കെ വരുമല്ലോ, അപ്പൊ താങ്കളെ പരിഗണിക്കണം, പ്രയോജനം. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇലക്ഷന് നിർത്തുന്നതോ നിങ്ങൾ എന്താണെന്നുള്ളത് എനിക്ക് പ്രശ്നമല്ല. ഞാൻ പറയുന്നത് എന്റെ നാട്ടിൽ ആലുവ അല്ലെങ്കിൽ എടത്തല, കിഴുമാട്, ചൂർണിക്കര, നെടുമ്പാശ്ശേരി പോലെയുള്ള പ്രദേശത്ത് പാവപ്പെട്ട ജനങ്ങളെ നിങ്ങൾ എന്തിനാ പറ്റിക്കുന്നത്? ഇതായിരുന്നു എന്റെ ചോദ്യം. വ്യക്തമായ ഒരു ഉത്തരവില്ല. ഈ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ നിരന്തരം എന്റെ മൊബൈലിട്ട് നിരന്തരം ഞാൻ മെസ്സേജുകൾ അയക്കുകയും നിരന്തരം ഞാൻ ഫോൺ കോളിലും ബന്ധപ്പെട്ടു. പക്ഷെ ഇവരാരും ഇത് പിൻവലിക്കാൻ തയ്യാറാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വലിയൊരു തട്ടിപ്പ് ആണ് ഈ 2020 നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സർവേ എന്തിനാന്ന് ചോദിച്ചപ്പോൾ എന്നോടൊരു കോർഡിനേറ്റർ, ഞാൻ ഒരിക്കലും കോർഡിനേറ്റർമാരുടെ പേര് ഞാൻ പറയില്ല, അതെന്ന് വെച്ചാൽ അവർ ശമ്പളക്കാരാ. അവരെ ഇവര് പിരിച്ചുവിടും. അവര് പാവപ്പെട്ട ആളുകൾ അദ്ദേഹത്തിന് ശമ്പളം വാങ്ങി ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുന്ന ആളുകളാണ്. ആ കോർഡിനേറ്റർമാർ എന്നോട് പറഞ്ഞ ഒരു കാര്യം, ഡേറ്റ കളക്ഷൻ ആണ് സാറേ,
എന്നുവെച്ചാൽ എന്ത് ഡേറ്റ കളക്ഷൻ? അത് നമുക്ക് ഇലക്ഷൻ ഒക്കെ അല്ലേ തന്നെ, നമുക്ക് PR വർക്കുകളും കാര്യങ്ങളും, നമുക്ക് വാർ റൂം ഒക്കെ ഉണ്ട്. 2020 വാർ റൂം ഉണ്ട്, അത് പിന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഈ PR വർക്കിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഡേറ്റ കളക്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നാണമുണ്ടോ? നിങ്ങൾ ആളുകളെ പറ്റിച്ചുകൊണ്ട് അതായത് ഒരു വീട്ടിലേക്ക് ഈ ഫോം ചെന്ന് കഴിഞ്ഞാൽ ഈ ഫോമിന്റെ ഒരു പ്രത്യേകത, ഈ ജാതി മതം ചോദിക്കുന്നതിനൊപ്പം വീട്ടിലുള്ള മുഴുവൻ അംഗങ്ങളുടെ പേരും മൊബൈൽ നമ്പർ വാങ്ങിക്കുന്നുണ്ട്. ഇന്നിപ്പോ നമ്മുടെ രാജ്യത്ത് ഒരു മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലൊക്കെ അൽഗോരിതം സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പല PR ഏജൻസികൾക്കും ഈ ഡേറ്റ വിൽക്കാൻ പറ്റും. അതായത് ഒരു ഭാഗത്ത് സാബുവിന്റെ കാര്യങ്ങൾ നടന്നു പോകും, മറുഭാഗത്ത് ഈ ഡേറ്റ കളക്ട് ചെയ്തുകൊണ്ട് ഏത് ഏജൻസിക്ക് പോകുന്നു എന്നുള്ള കാര്യം ഇത് എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്. ഇതിന്റെ അടിയിൽ വേറൊരു സംഭവം കൂടി ഉണ്ട്, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, സർവേയർ. ഒന്ന് ആലോചിക്കുക, ഡേറ്റ എൻട്രി, ഈ ഡേറ്റ എൻട്രി ചെയ്യും, ഈ ഡേറ്റ സിസ്റ്റത്തിൽ എൻട്രി ചെയ്യും. നമ്മൾ ഇപ്പൊ എന്നെ പോലെ ഒരാളുടെ, ഞാൻ പൊതുപ്രവർത്തനം നടത്തിയ ആളാണ്, ഇതിൽ എഴുതി വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളുടെയും ഗുരുതരമായ അവസ്ഥ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നാണമുണ്ടോ? നിങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കുക, സർവേയുടെ ആവശ്യമില്ല. നിങ്ങൾക്ക് സർവേ വേണമെങ്കിൽ നിങ്ങൾ വീടുകളിൽ കയറിയിട്ട് ജനങ്ങൾ സമ്പർക്കം നടത്തുന്നുണ്ടല്ലോ, ആ സർവേ മതിയല്ലോ. ഈ വീടുകളിൽ കയറുമ്പോഴും ആളുകളുടെ പേരും ഫോൺ നമ്പറും കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. ഇവർ കാറ്റഗറൈസ് ചെയ്യുന്നത് ആദ്യമേ തൊട്ട് കാറ്റഗറൈസ് ചെയ്താ പോകുന്നത്. SC വിഭാഗക്കാർ എവിടെയെങ്കിലും താമസിക്കുന്ന SC ആണോ, ST ആണോ, മുസ്ലിം ആണോ, ക്രിസ്ത്യൻ ആണോ, ഇതെല്ലാം കാറ്റഗറൈസ് ചെയ്താ പോകുന്നത്. ജാതി മതമൊക്കെ തേടി പോകും, എല്ലാം ജാതി മതം കാറ്റഗറൈസ് ചെയ്ത് അവരെ ഇങ്ങനെ ഒരു ജാറിൽ അടച്ച് ഇവിടെ മാറ്റി വെക്കുകയാണ്. എന്നിട്ട് അവരെല്ലാം സ്ട്രാറ്റജി മെനയാണ് അവര്. അത് ഇലക്ഷൻ വരുമ്പോൾ ഈ ജാതിയും മതവും അടക്കം എല്ലാം എടുത്തുകൊണ്ടായിരിക്കും സാബു M. ജേക്കബ് ഈ ഇലക്ഷൻ നേരിടുന്നതിനുള്ള യാഥാർത്ഥ്യബോധത്തിൽ നിന്നാണ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ ഇത് തുറന്നു പറയാനായിട്ട് ഞാൻ തയ്യാറായിരുന്നു, ഞാൻ മാറാൻ തയ്യാറായിരുന്നു. ഒരു അന്തസ്സുള്ള രാഷ്ട്രീയ പ്രവർത്തന നിലക്ക് എനിക്ക് പറ്റിയ അബദ്ധം പേറിക്കൊണ്ട് ഞാൻ ഒരിക്കലും നടക്കില്ല. നാളെ ഞാൻ ഈ രാഷ്ട്രീയത്തിൽ ഇല്ലെങ്കിൽ പോലും സാബു M. ജേക്കബ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ 20 എന്ന് പറയുന്ന ഈ കൊടിയ വിഷയത്തെ ഈ രാജ്യത്തേക്ക് പടർന്നു പിടിക്കാൻ, അല്ലെങ്കിൽ സംസ്ഥാനത്ത് വലിയൊരു രാഷ്ട്രീയ കക്ഷിയായി മാറാനായിട്ട് ഞാൻ ഒരിക്കലും നിൽക്കില്ല. പിന്നെ വികസനത്തിന്റെ കാര്യം, ഇതിലേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിന്റെ കൂടുതൽ ഉൾക്കളികളിലേക്ക് ഇറങ്ങി ചെല്ലാൻ തുടങ്ങി, കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങി. നമുക്കൊരു ത്വര വന്നു, ഇത് എന്താണ് സംഭവിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ഒരു 1.5 മാസക്കാലമായിട്ട് ഞാൻ അതിന്റെ പുറകെയാണ്, ഞാൻ അന്വേഷണമാണ്. ഈ കാർഡ് കൊടുക്കുമോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഞാൻ ഇപ്പോൾ 2020 ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് അടച്ചുപൂട്ടി, ഞാൻ അതിന്റെ ഉൾക്കളികളിലേക്ക് പോയി, ഞാനത് പഠിക്കാൻ തയ്യാറായി. അതായത് മറ്റുള്ളവർ പറഞ്ഞ പോലെ രാഷ്ട്രീയക്കാർ പ്രശ്നം ഉണ്ടാക്കി അടച്ചുപൂട്ടി. ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് 2020 സൂപ്പർ മാർക്കറ്റ് അടച്ചുപൂട്ടാനായിട്ട് CPM മറ്റു കോൺഗ്രസ്സുകാർ ഇടപെട്ടു എന്നുള്ളൊരു ആരോപണവും. അതുകൊണ്ടാണ് അടച്ചുപൂട്ടാനായിട്ട് ഇലക്ഷൻ അടച്ചുപൂട്ടിയെന്നാണ് MLA, പ്രത്യേകിച്ച് MLA, പ്രത്യേകിച്ച് CPM MLA, അതിപ്പോ മുമ്പ് രാഷ്ട്രീയക്കാരെന്ന് പറയുമ്പോൾ ഇപ്പൊ CPM MLA അടച്ചുപൂട്ടി എന്നുള്ള ആരോപണമാണ്. ഞാൻ അതിന്റെ ഓർഡർ തപ്പി ഇറങ്ങി, അതായത് ഇത് അടച്ചുപൂട്ടിയതിന്റെ ഓർഡർ തപ്പി ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, നമുക്ക് നമ്മുടെ രാജ്യത്ത് ഇലക്ഷൻ പെരുമാറ്റച്ചട്ടമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ആണ് 2020 മത്സരിക്കുന്നത്. 2020 അസോസിയേഷനും ഉണ്ട്, 2020 പാർട്ടിയും ഉണ്ട്, രണ്ട് സാധനങ്ങളുണ്ട്. 2020 അസോസിയേഷന്റെ പ്രസിഡന്റും സാബു M. ജേക്കബ്, 2020 പാർട്ടിയുടെ ചെയർമാനും സാബു M. ജേക്കബ്, രണ്ടെണ്ണം ഉണ്ട്. ഈ രണ്ടിനും ഒരേ ചിഹ്നമാണ്. പേരുകളിലൊക്കെ ഇപ്പൊ ഈ കണ്ടോ, ഈ 2020 പോലെ തന്നെ എല്ലാത്തിനും പേരുകളിൽ എല്ലാത്തിനും സാമ്യമുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് സാബു M. ജേക്കബ് പ്രഖ്യാപിക്കുകയാണ്, ഇവിടെ ഇത്ര ശതമാനം വിലക്കിഴിവിൽ ഞങ്ങൾ ഇവിടെ മരുന്ന് കൊടുക്കുന്നുണ്ട്, ഇത്ര ശതമാനം വിലക്കിഴിവിൽ ഞങ്ങൾ അരിയും സാമാനങ്ങളും കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അത് ഇലക്ഷൻ പെരുമാറ്റച്ചട്ടത്തിന് എതിരാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ സമയത്ത് ഇലക്ഷന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയോ പാർട്ടിയോ ഒരിക്കലും ഞങ്ങൾ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് പറയാൻ പാടില്ല. ആനുകൂല്യങ്ങളോ പണമോ പ്രലോഭനമോ കൊടുത്തുകൊണ്ട് ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമാണ് ഇലക്ഷൻ നിയമങ്ങൾ വെച്ചിട്ട്. അത് ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് സാബു M. ജേക്കബിനെതിരെ ക്രിമിനൽ കുറ്റമാണ് ചാർജ് ചെയ്യേണ്ടത്. പക്ഷെ അത് ചാർജ് ചെയ്യാതെ ഇലക്ഷൻ കമ്മീഷൻ അദ്ദേഹത്തിന് കൊടുത്ത നോട്ടീസ്, ആ നോട്ടീസിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ഇത് അടച്ചുപൂട്ടാനല്ല, നിങ്ങൾക്ക് 2 റേറ്റ് ഉണ്ട്. അതായത് 2020 സൂപ്പർ മാർക്കറ്റിൽ 2 റേറ്റ് ആണ്, ഒന്ന് മാർക്കറ്റ് റേറ്റ്, ഒന്ന് 2020 റേറ്റ്. ഏതെങ്കിലും ഒരു റേറ്റിൽ, സബ്സിഡി ആവട്ടെ എന്താവട്ടെ, ഒരു റേറ്റിൽ നിങ്ങൾ സബ്സിഡി റേറ്റ് ആണ്, സബ്സിഡി റേറ്റ് മാത്രം, അത് സബ്സിഡി മാത്രം നിർത്തുക, 2020 മാർക്കറ്റ് അടച്ചുപൂട്ടണ്ട എന്നാണ് അവിടെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞതെന്ന് മനസ്സിലാക്കണം ഞാൻ. അപ്പൊ നമ്മളൊക്കെ എത്രത്തോളം വിഡ്ഢികളാക്കിയാണെന്ന് ആലോചിച്ച് നോക്കണം. അടച്ചുപൂട്ടാൻ പറഞ്ഞിട്ടില്ല. അടച്ചുപൂട്ടാൻ പറയാത്ത ഒരു കാര്യം അടച്ചുപൂട്ടിയെങ്കിൽ അതിന്റെ പുറകിൽ സാബു M. ജേക്കബിന് വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്, അല്ലെങ്കിൽ ആ നാട്ടിൽ വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന താല്പര്യമുണ്ട്. പിന്നെ ഇലക്ഷൻ കമ്മീഷൻ ആരുടെയാണ്? ഇലക്ഷൻ കമ്മീഷനെ മുഴുവനായിട്ട് നിയന്ത്രിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്, കേന്ദ്ര സർക്കാരാ. അദ്ദേഹമായിട്ടുണ്ടാക്കിയ ഒരു സിറ്റുവേഷൻ, ഒരു നാടകം മാത്രമാണ് അതെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇത് അടച്ചുപൂട്ടാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ആ കിട്ടിയ അവസരത്തിൽ ഇത് അടച്ചുപൂട്ടി കഴിഞ്ഞപ്പോൾ സാബു M. ജേക്കബിന്റെ ഒരു വലിയ തമാശ, എല്ലാവരും അദ്ദേഹത്തിന് വളരെ സീരിയസ് ആക്കി എടുക്കുന്നത്. അദ്ദേഹത്തിന് സീരിയസ് ആക്കി എടുക്കാൻ പാടില്ല. എന്താണെന്നറിയാമോ? അദ്ദേഹത്തിന് യാതൊരു കാഴ്ചപ്പാടും ഒരു ഗ്രൗണ്ട് റിയാലിറ്റിയെ പറ്റിയും അറിയില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഞാനിങ്ങനെ നമ്മൾ സൗഹാർദ്ദ സംഭാഷണങ്ങളുണ്ടല്ലോ ഈ 2020 അകത്തോളം, ഞാൻ ചോദിച്ചു ഇദ്ദേഹം തന്നെ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത്, പട്ടിമറ്റത്ത് പോയിട്ട് ആളുകള് തീറ്റ വാങ്ങി കഴിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചെന്ന് ചോദിച്ചു. പറഞ്ഞു അത് പുള്ളിയുടെ സാധനമൊക്കെ മേടിച്ച് കഴിച്ചിട്ട് പുള്ളിക്ക് വോട്ട് ചെയ്തില്ലല്ലോ. ഞാൻ പറഞ്ഞു ലോക്സഭയിൽ എന്ത് 2020 പ്രസക്തി? കിട്ടിയ 1 ലക്ഷം വോട്ടിൽ സന്തോഷിക്കല്ലേ വേണ്ടേ? അതില് മാധ്യമങ്ങളൊക്കെ അത് വലിയ മുന്നേറ്റമാണ്, അത്ഭുതമാണെന്ന് പറഞ്ഞ പുള്ളിക്ക് എന്താ സഹിക്കാൻ പറ്റാത്തത്?
അപ്പൊ അവര് പറഞ്ഞത് പുള്ളി പൈസ മുടക്കി കഴിഞ്ഞാൽ പുള്ളിക്ക് തന്നെ റിട്ടേൺ കിട്ടണം. റിട്ടേൺ കിട്ടിയില്ലെങ്കിൽ പുള്ളി അടച്ചു കൂട്ടും. 2.5 മുതൽ, നിങ്ങൾ ആലോചിച്ചോ, സർക്കാസം അല്ല, 2.5 ലക്ഷം മുതൽ 3 ലക്ഷം വോട്ട് വരെ അഡ്വക്കേറ്റ് ചാർലി പോള് 2020 വേണ്ടി പിടിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് അദ്ദേഹത്തിന്റെ കോർഡിനേറ്റർമാർ, അതായത് തന്നെ ശമ്പളക്കാരായ ആളുകൾ ഈ സാബു എം ജേക്കബിനോട് റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ ആ സമയത്തുള്ള സാബു എം ജേക്കബിന്റെ വാർത്താ സമ്മേളനങ്ങളും ബൈറ്റുകളും ശ്രദ്ധിച്ചറിയാൻ പറ്റും. ഞങ്ങൾക്ക് ബൂത്ത് തലം മുതൽ എല്ലായിടത്തും 2020 പ്രവർത്തകരുണ്ട്, ഞങ്ങൾ 100% ഈ ഇലക്ഷനിൽ ജയിക്കും. മറ്റുള്ള രാഷ്ട്രീയക്കാർ പറഞ്ഞ പോലെയല്ല, പുള്ളിക്ക് ഉറപ്പായിരുന്നു. അപ്പൊ 2.5 ലക്ഷം വോട്ട് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഈ ചാലക്കുടി മണ്ഡലത്തിലുള്ളതും അതുപോലെ കുന്നത്നാട് പ്രദേശത്ത്, പ്രത്യേകിച്ച് കുന്നത്നാട് ഇദ്ദേഹം 1ാം സ്ഥാനത്ത് പ്രതീക്ഷിച്ചു. 46,000 വോട്ട് മാത്രമേ കിട്ടുള്ളൂ, 2ാം സ്ഥാനത്ത് നിന്നത്. അപ്പൊ ഇത് കിട്ടാത്തതിന്റെ വൈരാഗ്യത്തിൽ പുള്ളി കുറച്ച് ദിവസങ്ങൾ പുള്ളിക്ക് മാനസിക വിഭ്രാന്തി പോലെയുള്ള പെരുമാറ്റമായിരുന്നു. അതായത് പുള്ളി ഈ കോർഡിനേറ്റർമാരെയും തെറി പറഞ്ഞു, ഇതിൽ പ്രവർത്തിച്ച ആളുകൾ തെറി പറഞ്ഞു. പുള്ളിക്ക് മതിയാവാഞ്ഞിട്ട് പുള്ളി പോയിട്ട് മൈക്ക് കെട്ടി നാട്ടുകാരൻ തെറി പറഞ്ഞു. അപ്പൊ പുള്ളിക്ക് കിട്ടിയില്ല, വോട്ട് കിട്ടില്ല, ഇതിന് വേണ്ട. അതുകൊണ്ട് തന്നെ പുള്ളി പറയുന്ന ഒരു ഭാഷയുണ്ട് കമ്മിറ്റിയിൽ, തീറ്റ കൊടുത്തുള്ള വോട്ട് എനിക്ക് വേണ്ട എന്നുള്ളതാണ് പുള്ളിയുടെ നിലപാട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കോലഞ്ചേരി പ്രസംഗത്തിൽ പുള്ളി പറഞ്ഞു, ഭക്ഷണം കൊടുത്തിട്ട് വോട്ട് പിടിച്ചു എന്ന് ആവാതിരിക്കാനാണ് ഞങ്ങൾ 2020 മാർക്കറ്റ് തുറക്കാതെ എന്ന് പുള്ളി പറഞ്ഞു. എന്നിട്ട് അതിന് കൂട്ടിച്ചേർത്തുള്ള ഒരു കാര്യം പറഞ്ഞു, ഇപ്പൊ ഒരു കിറ്റ് കൊടുക്കുന്നുണ്ട്, കിറ്റിന്റെ ഒരു നോട്ടീസ് ഉണ്ട്, കിറ്റ് കൊടുക്കുന്നുണ്ട്. ആ കിറ്റ് കൊടുക്കുന്നത് സാധാരണക്കാരന് ഇപ്പൊ ഒരു കൈസഹായമാണ്. എത്ര വിഷു കഴിഞ്ഞു, എത്ര ഓണം കഴിഞ്ഞു, എത്ര പെരുന്നാളുകൾ കഴിഞ്ഞു, എത്ര ക്രിസ്മസ് കഴിഞ്ഞു, എന്താ അന്നൊന്നും കൊടുക്കാറുന്നത്? ഈ എന്തുകൊണ്ട് ഇപ്പൊ ഈ December 20 ക്രിസ്മസ് സമ്മാനമായിട്ട് കൊടുക്കുന്നു പറയുന്നത്? അല്ലെങ്കിൽ എന്തിനാണ് ഇപ്പൊ കിറ്റുകൾ? ഇപ്പോ കുന്നത്നാട് പ്രദേശത്ത്, പ്രത്യേകിച്ച് മഴുവന്നൂര്, കിഴക്കമ്പലം, ഐക്യരനാട്, അതുപോലെ തന്നെ കുന്നത്നാട്, അതുപോലെ വെങ്ങോൽ, ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ അദ്ദേഹം ഇത് കൊടുക്കാൻ കാരണം കയ്യിൽ നിന്ന് പോയി ഇപ്പോഴാണ് പുള്ളി മനസ്സിലാക്കുന്നത്. ഗ്രൗണ്ട് റിയാലിറ്റിയിലേക്ക് വന്നത് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ വരുമ്പോൾ വലിയ ഫണ്ടാണ് ചെലവഴിക്കാനായിട്ട് പുള്ളി തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ താഴെത്തട്ടിലുള്ള കോർഡിനേറ്റർമാരും സംസ്ഥാന നേതാക്കന്മാരും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും വിജയ സാധ്യത ഉണ്ട്, എല്ലായിടത്തും മത്സരിക്കാന്നായിരുന്നു. അതുപോലെ തന്നെ കുന്നത്നാട് 7 പഞ്ചായത്ത് തൂത്തുവാരും എന്നുള്ള റിപ്പോർട്ടാണ് പുള്ളിക്ക് കൊടുത്തത്. പുള്ളി കഴിഞ്ഞ ദിവസങ്ങളിൽ പുള്ളിക്ക് ഒരു പരിപാടി ഉണ്ടല്ലോ, മറ്റുള്ളവർ പോലെയല്ല, പുള്ളി വാർഡ് യോഗത്തിനൊക്കെ ഇന്ന് പ്രസംഗിക്കും. വാർഡ് യോഗങ്ങൾക്ക് പോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആളുകൾ പറഞ്ഞു, ഇല്ല പഴയ മെജോറിറ്റി ഇല്ല സാബു സാറേ, ഇത് കയ്യിൽ പോയിരിക്കണം. അപ്പൊ പുള്ളിക്ക് മനസ്സിലായി ഈ പറഞ്ഞ പരിപാടി നടപടിയാവില്ല. പിന്നെ അതുപോലെ ലോയൽറ്റി കാർഡ് പുള്ളിയുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നായിരുന്നു ലോയൽറ്റി കാർഡ്. അതായത് കേരളത്തിലെ ജനങ്ങളെ കുപ്പിയിലിറക്കാൻ പുള്ളി കരുതി വെച്ച ഒരു സാധനമാണ് ലോയൽറ്റി കാർഡ്. ബോംബാണ്. പുള്ളിക്ക് എപ്പോഴും ഒരു ആറ്റം ബോംബുണ്ട്. പുള്ളിയുടെ ബോംബുകളൊക്കെ പലപ്പോഴും ഇപ്പൊ കോലഞ്ചേരിയിലെ പുള്ളി പ്രസംഗത്തിൽ നടത്തിയതൊക്കെ പുള്ളിയുടെ ബോംബുകളാണ്. പുള്ളി കമ്മിറ്റികളിൽ പറയുന്ന ബോംബുകൾ, അത് ഞാൻ ബോംബ് പൊട്ടിക്കുന്നു പറഞ്ഞിട്ടാ ചെയ്യുന്നത്. അപ്പോ ഈ ലോയൽറ്റി കാർഡിൽ സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോയൽറ്റി കാർഡ് എന്ന് പറഞ്ഞൊരു സാധനം ഇറക്കിയാണ് പുള്ളി പറയാണ്, അതിന്റെ ഐഡിയാസ് പറയാണ്, അതില് മരുന്ന് കാര്യങ്ങൾ കിട്ടും, എല്ലാം കിട്ടും, എല്ലാ ആനുകൂല്യങ്ങളും കിട്ടും. 5,000 രൂപ വരെ ഒരു മാസം ഒരാൾക്ക്, 80% ജീവിത ചെലവ് കുറയും, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പലപ്പോഴും കേൾക്കുന്നുണ്ട് നിരന്തരമായിട്ട്. ഞാൻ ലാസ്റ്റ് ഇവരുടെ പ്രധാനപ്പെട്ട ആളുകൾ ചോദിച്ചു, ഇദ്ദേഹം എങ്ങനെ ഇത് ലോയൽറ്റി കാർഡ് മുഴുവൻ ആൾക്ക് കൊടുക്കുന്നത്? സബ്സിഡി ഇപ്പൊ അതെന്തായാലും മാർക്കറ്റ് പൊട്ടിയിട്ടേക്കണം, പുള്ളിയുടെ കാശ് വാക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടാ. പുള്ളിക്ക് 2, 3 കോടി 4 കോടി മറ്റേ CSR ഫണ്ട് ഉള്ളൂ. മുന്നേ പല വ്യവസായികളും പുള്ളിയെ സഹായിക്കുന്ന വ്യവസായികളൊക്കെ ഇപ്പൊ പിന്മാറി. ഞാൻ ആ വ്യവസായികളുടെ പേര് പറയുന്നില്ല. മുന്നേ ഇപ്പൊ കഴിഞ്ഞ ദിവസം പ്രസംഗത്തിൽ പുള്ളി ഒരു ഗ്രൂപ്പിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. ആ ഗ്രൂപ്പ് പക്ഷെ പണ്ട് പുള്ളിക്ക് CSR ഫണ്ട് കൊടുത്ത ഗ്രൂപ്പാണ്. ഞാൻ പല പ്രോജക്റ്റുള്ള ഒരു പേര് പുള്ളി വെച്ചാണെങ്കിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവരുടെ പുള്ളി തെറ്റി. അതുകൊണ്ട് തന്നെ ഇനി CSR ഫണ്ട് റേസ് ചെയ്തുകൊണ്ട് പുള്ളിയുടെ പൈസ ഒന്നല്ല, വേറെ പലരും പുള്ളിയെ അതായത് പുള്ളി ആദ്യം ഒരു നന്മ പ്രവർത്തിക്കുന്നുള്ള ധാരണയിൽ പലരും സഹായിച്ചു. പിന്നീട് പുള്ളിയുടെ യഥാർത്ഥത്തിലുള്ള മുഖം കണ്ടപ്പോൾ പിന്മാറി. അപ്പൊ ഇവരാരും പണം കൊടുക്കില്ല. ഇനിയുള്ള അവസ്ഥ എന്താ? ലോയൽറ്റി കാർഡ് ഇറക്കണം. ലോയൽറ്റി കാർഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ലോയൽറ്റി കാർഡ് എന്താ സംഭവം? നിങ്ങൾ പേരിൽ തന്നെ ഒരു അന്തസ്സില്ല, ലോയൽ. നമ്മൾ സാറിന് വീട്ടിലുള്ള വളർത്തുമൃഗങ്ങളൊക്കെ ലോയലാന്ന് പറഞ്ഞാൽ ലോയൽറ്റി കാർഡ്. അപ്പൊ ഈ ലോയൽറ്റി കാർഡ് നിങ്ങൾ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യും? അപ്പൊ അവര് പറഞ്ഞത് ഇതിന്റെ ഓപ്പറേഷൻ എങ്ങനെയാന്ന് വെച്ചാൽ പുള്ളി ആലോചിച്ചേക്കുന്നത്, ലോയൽറ്റി കാർഡ് 35,000 ലോയൽറ്റി കാർഡ് പുള്ളി അടിക്കുകയാണ്. ഈ 35,000 ലോയൽറ്റി കാർഡ് പുള്ളി ആളുകൾക്ക് വിതരണം ചെയ്യാണ്. അപ്പൊ ശരി, ഓക്കെ, ഇനി ഇത് എങ്ങനെയാണ് ഇതിന്റെ ആനുകൂല്യങ്ങൾ കിട്ടുന്നത്? അത് സ്വകാര്യ സ്ഥാപനങ്ങൾ, പലചരക്ക് കടകൾ, സൂപ്പർ മാർക്കറ്റുകൾ, പുറത്തുള്ള അതുപോലെ ലാബുകൾ, ആശുപത്രികളൊക്കെ ടൈപ്പ് ചെയ്തോട്ട് ഇതിന് ആനുകൂല്യം കിട്ടും. അപ്പൊ ഞാൻ വെച്ചു, ഇതിന്റെ ടൈപ്പ് ചെയ്യുമ്പോൾ ആനുകൂല്യം 20%, പുള്ളി പറഞ്ഞ ഭാഷ 25 മുതൽ 50%. ഈ സബ്സിഡി റേറ്റ് പുള്ളി കൊടുക്കും എങ്ങനെയാണെന്ന് വെച്ചു. ഈ അതിൽ സാബു സാറിന് അത് കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ വെച്ചിട്ട് എങ്ങനെ ചെയ്യുന്നത്? അതായത് നമ്മുടെ കയ്യിൽ 35,000 കാർഡുണ്ട്, പുള്ളിയുടെ ഐഡിയ ആണ്. ഈ 35,000 കാർഡുള്ള നമുക്ക് വലിയൊരു ആൾബലമുണ്ട്. അതുകൊണ്ട് തന്നെ 35,000 പേരും ഒരു സ്ഥലത്ത് നിന്ന് സാധനം മേടിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യാപാരി ഡിസ്കൗണ്ട് കൊടുക്കണ്ടേ? മനസ്സിലായോ? അതായത് നമ്മളിപ്പോ ഒരു സ്ഥാപനം, റിലയൻസ് പോലൊരു സ്ഥാപനത്തിലേക്ക് നമ്മൾ പറയണം 50,000 പേരായിട്ട് ഞാൻ പറയും എനിക്ക് ഡിസ്കൗണ്ട് വേണം. അപ്പൊ സാബു ജേക്കബിന്റെ വിലപേശൽ എന്താന്ന് വെച്ചാൽ, എന്റെ കയ്യിൽ 35,000 പേരുണ്ട്, അല്ലെങ്കിൽ 35,000 കുടുംബങ്ങളുണ്ട്, ഇവരെ ഞാൻ നിങ്ങൾക്കൊരു മാർക്കറ്റായിട്ട് തരുന്നു, നിങ്ങൾ അതിന് പകരമായിട്ട് പ്രതിഫലം എന്നോണം സാബു ജേക്കബ് എന്ന് പറയുന്നത് എനിക്ക് വളരാനായിട്ട്, രാഷ്ട്രീയം വളർത്താനായിട്ട്, എനിക്ക് പുണ്യാളനായിട്ട് എന്നെ ആളുകൾ പ്രഖ്യാപിക്കാനായിട്ട് നിങ്ങൾ സബ്സിഡി കൊടുക്കണം. ഇപ്പൊ കുന്നത്നാട്ടിൽ അതിന്റെ ഭാഗമായിട്ട് കുന്നത്നാട്ടിലുള്ള വ്യാപാരികളുടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടി.
ആ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് പുള്ളിയുടെ ഈ ഐഡിയ പറഞ്ഞു. അപ്പൊ കുന്നത്താനുള്ള പാവപ്പെട്ട വ്യാപാരികൾ വിചാരിച്ചിരുന്നത് സാബു മാർക്കറ്റ് തുടങ്ങി പല പലചരക്കടക്കാർക്കും ബുദ്ധിമുട്ടായി. ഇപ്പൊ സാബു അടുത്ത കാർഡ് കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഒപ്പം നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പുള്ളി സബ്സിഡി തരും. അത് 25-50% പുള്ളി സബ്സിഡി തരും എന്ന് വിചാരിച്ച് ഈ യോഗത്തിന് വന്നു കഴിഞ്ഞാൽ പുള്ളിയുടെ വിഷൻ പറയാണ് ഇത് ഈ കാർഡ് ഇങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സബ്സിഡി നിങ്ങൾ കൊടുക്കണം. ആശുപത്രിക്കാരൻ സബ്സിഡി കൊടുക്കണം, ലാബുകാരൻ സബ്സിഡി കൊടുക്കണം, പലചരക്കടക്കാരൻ സബ്സിഡി കൊടുക്കണം, തേപ്പ് കടക്കാരൻ സബ്സിഡി കൊടുക്കണം, പെയിന്റ് കടക്കാരൻ സബ്സിഡി കൊടുക്കണം. അവര് ചായ വെള്ളം കുടിച്ചാൽ അവർ പുറത്തുപോയി. ഒരടുത്ത മീറ്റിംഗ് കൊണ്ട് തീരുമാനം എടുത്തു ഇത് വേണ്ട, നടപടിയാവാത്ത കേസാണ്. പുള്ളിയുടെ ലോയൽറ്റി കാർഡ് എന്നുള്ള സ്വപ്നം പൊളിഞ്ഞുപോയി. ഇപ്പൊ പുള്ളി ലോയൽറ്റി കാർഡ് കമ എന്നൊരു അക്ഷരം മിണ്ടില്ല. മനസ്സിലായോ? കേരളത്തില് പുള്ളിക്ക് രാഷ്ട്രീയം വളർത്താനായിട്ട് അല്ലെങ്കിൽ പുള്ളിയുടെ പേഴ്സണൽ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായിട്ട് ഈ രീതിയിലുള്ള ഐഡിയാസ് ആണ് പുള്ളിക്ക് വരുന്നത്. അതായത് പുള്ളിയുടെ ഐഡിയാസ് പുള്ളി ആരോട് ഷെയർ ചെയ്യില്ല, അവസാന നിമിഷമാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോ 30 കോടി രൂപ കിഴക്കമ്പലം പഞ്ചായത്തില് ബാക്കി, 14 കോടി രൂപ ഐക്യനാട് പഞ്ചായത്തിൽ ബാക്കി. കേൾക്കുമ്പോൾ സുഖമാണ്, എല്ലാ വികസനവും കഴിഞ്ഞിട്ട് ഇത്രയും ബാക്കിയാക്കുന്ന പറഞ്ഞാൽ സുഖമാണ്. അതുപോലെ ഇത് ജനങ്ങൾക്ക് സബ്സിഡി ആയിട്ട് കൊടുക്കുന്ന പറഞ്ഞാൽ സുഖമാണ്. ഇതിന്റെ ഐഡിയ നമ്മള് ബന്ധങ്ങളായി കഴിയുമ്പോൾ പറയുന്ന ആളുകളുണ്ട്. ഇതിന്റെ ഐഡിയ കഴിഞ്ഞ ഭരണസമിതി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം പുള്ളി ഒരു സുപ്രഭാതത്തിൽ വിളിച്ചു കൂട്ടിക്കൊണ്ട് അവരെ പുള്ളിയുടെ ഓഫീസിൽ വിളിച്ചു കൂട്ടിക്കൊണ്ട് പറയാണ് എല്ലാ വർഷവും ഈ 4 പഞ്ചായത്തുകളും 2 മുതൽ 3 കോടി രൂപ വരെ മിച്ചം വെക്കണം. അപ്പൊ അവർ പറഞ്ഞു വികസനം അതെനിക്കറിയണ്ട, എങ്ങനെയാണെങ്കിലും പ്ലാൻ ഫണ്ട് മിച്ചം വെക്കണം. എന്തിനു വേണ്ടി അത് ഞാൻ പിന്നീട് പറയും. അതൊരു ബോംബാണ്, ആറ്റം ബോംബാണ്. ഇതിനുശേഷം 5ാമത്തെ കൊല്ലം പുള്ളി ഈ ആറ്റം ബോംബ് ഇട്ട് പറഞ്ഞു എന്താണെന്നറിയാമോ? ഈ പറഞ്ഞ പോലെ 14 കോടി രൂപ ഐക്യനാട് ബാക്കിയായി, ഇവിടെ ബാക്കിയായി എന്നൊരു സാഹചര്യം ഉണ്ടല്ലോ. പുള്ളി പറഞ്ഞു ഈ പണം സാബു എം ജേക്കബ് എന്ന ഞാൻ 2020 പാർട്ടി ഈ പഞ്ചായത്തിലെ ആളുകൾക്ക് വീതം വെച്ച് കൊടുക്കാൻ പോവാം, പ്രഖ്യാപനമാണ്. അതിനുള്ള നടപടികളായിട്ട് നിങ്ങൾ ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ പഞ്ചായത്ത് മെമ്പർമാരും ആളുകളൊക്കെ പകച്ചു, ഇത് എങ്ങനെ സാധ്യമാവും? അവർ പോയി പഞ്ചായത്ത് സെക്രട്ടറിയായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു. സെക്രട്ടറി പറഞ്ഞു നിങ്ങൾ ഈ പഞ്ചായത്ത് രാജ് ആക്ട് വായിക്കാറില്ലേ, നിങ്ങൾക്ക് ഈ നാട്ടിലുള്ള നിയമങ്ങളൊന്നും അറിയാൻ പാടില്ലേ? ആ പുള്ളി പലതും പറയും, ഇതൊന്നും വീതം വെച്ച് കൊടുക്കാൻ പറ്റില്ല. അതൊന്ന് ആലോചിച്ച് നോക്കാം, ഈ പണം മൊത്തം വീതം വെച്ച് കൊടുക്കാനായിട്ട് പുള്ളി സമ്പാദിച്ചതാ. പക്ഷെ അത് നടന്നില്ല. അത് നടക്കാത്തതുകൊണ്ട് തന്നെ അടുത്ത പോകും വഴി എന്ത് ചെയ്യാൻ പറ്റും? പ്രൊജക്ട് വെക്കാം. നടക്കോ നടക്കാതിരിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഇത് സബ്സിഡി കൊടുക്കാനാണെങ്കിൽ പുള്ളിക്ക് 2-3 വർഷം മുമ്പ് കൊടുക്കാറുണ്ടല്ലോ. ഈ ഇലക്ഷന്റെ സമയത്ത് ഇങ്ങനെ ഒരു ഗിമ്മിക്ക് എടുത്തേണ്ട കാര്യമില്ല. അന്ന് DPC അംഗീകരിക്കാൻ വിട്ടു. DPC അംഗീകരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്കുള്ള ഫണ്ടുകൾ വരുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസനത്തിന്. ഞാൻ ജനപ്രതിനിധിയായിരുന്ന ആളാണ്. വികസനം ഒരു തുടർ പ്രക്രിയയാണ്. സാബുവും ജേക്കബും പറയുന്ന കാര്യം എല്ലാ വികസനവും നടത്തി. എല്ലാ വികസനവും ആർക്കും എല്ലാ കാലത്തും നടത്താൻ പറ്റില്ല. 100 വർഷം കഴിയുമ്പോഴും ഇതേ ഭാഷ തന്നെ നമുക്ക് പറയാൻ പറ്റില്ല. ഇന്നിപ്പോ അതിന്റെ ഉദാഹരണം മെട്രോ റെയിൽ നമ്മുടെ നാട്ടിൽ വന്നു. 2 സർക്കാരുകൾക്കും പങ്കുണ്ട്. എന്നാലും നമ്മുടെ പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷം അതിന്റെ ഫസ്റ്റ് ഫേസിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു. സെക്കൻഡ് ഫേസിന്റെ പണി നടത്തി, അതിന്റെ ഉദ്ഘാടനം നടത്തി. അപ്പൊ അത് പേട്ട വരെ തൃപ്പൂണിത്തുറ വരെ നിൽക്കാണ്. ഇപ്പൊ 3rd ഫേസിന്റെ പണി ഇപ്പൊ നമുക്ക് ഇൻഫോ പാർക്ക് വരെ നടക്കണം. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഇത് തീർന്നു എന്ന് പറയാൻ പറ്റില്ല. ഞാൻ വീണ്ടും അന്വേഷിക്കുകയാണ്, എല്ലാം തീർന്നല്ലോ. ഇനി കിഴക്കമ്പലത്ത് ഇനി എന്തൊക്കെ ബാക്കിയുണ്ട്? കിഴക്കമ്പലം പഞ്ചായത്തിൽ എന്തൊക്കെ ബാക്കിയുണ്ട്? അവിടെ ഇനിയും ബാക്കിയുള്ള കാര്യം ഞാൻ പറയാം. PR ശ്രീജേഷിനെ പോലെ ഇത്രയും ഫേമസ് ആയ നമ്മുടെ നാട്ടിന് യശസ് ഉയർത്തിയ ഒരു കായിക താരമുള്ള ഒരു പഞ്ചായത്താണ് കിഴക്കമ്പലം പഞ്ചായത്ത്. കിഴക്കമ്പലം പഞ്ചായത്തിൽ യുവാക്കൾക്ക് കളിക്കാൻ ഒരു കളിസ്ഥലമുണ്ടോ? ഒരു മിനി സ്റ്റേഡിയം ഉണ്ടോ? ഇല്ല. കിഴക്കമ്പലം പഞ്ചായത്തിൽ ഒരു പൊതു ഇടമുണ്ടോ? ഇല്ല. നമ്മളിപ്പോ ഇരിക്കുന്ന കടമ്പറ പ്രദേശത്ത് ഈ ഇതെന്ന് പറഞ്ഞ ടൂറിസം വകുപ്പിന്റെ കീഴിൽ വരുന്നതാണ്. അല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയം ഉണ്ടോ? ഇല്ല. അപ്പൊ സാബു ജേക്കബ് പറയാണ് ഇത്രയും മതി വികസനം എന്ന് പറഞ്ഞാൽ അത്രയും മതി, ബാക്കി പുള്ളി പറയണ കേട്ടോളണം. ഇപ്പോ പഞ്ചായത്തുകളുടെ ജില്ലാ പഞ്ചായത്ത് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് ആയിക്കോട്ടെ അതിലേക്ക് മെമ്പർമാരോട് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പ്രൊജക്ടുകൾ അടക്കം അജണ്ട അടക്കം അതാത് ദിവസങ്ങളിൽ പുള്ളിയുടെ ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കണം, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്ത് കൊടുക്കണം, മെയിൽ ചെയ്ത് കൊടുക്കണം. ആ അജണ്ട പുള്ളി പഠിക്കും. എന്നിട്ട് പുള്ളിയുടെ അപ്രൂവലോട് മാത്രമാണ് പ്രൊജക്ടുകൾ വരെ നടപ്പാക്കാൻ പറ്റുള്ളൂ. പുള്ളി പറയാണ് ഇത് ഇത്രയും മതി എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇതിന്ന് മനസ്സിലാക്കിയത് ഇതൊരു പുള്ളി ഒരു ഏകാധിപത്യ ശൈലിയിൽ പോകുന്ന ഒരാളാണ്. ഇനി അത് മാത്രമല്ല, പുള്ളിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കൊരു വലിയൊരു സൈബർ വിഭാഗമുണ്ട്. അപ്പൊ ഞാനിപ്പോ നേരിടുന്ന പ്രശ്നം വലിയ സൈബർ അറ്റാക്ക് ഭയങ്കരമായിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ സ്ഥിരം പല്ലവി എന്താ, അവരെന്റെ നിന്ന് പണം ചോദിച്ചു, ഞാൻ കൊടുത്തില്ല. ഞാൻ അവരെന്റെ അടുത്തുനിന്ന് അധികാരം ചോദിച്ചു, ഞാൻ കൊടുത്തില്ല. പുള്ളി എനിക്കെതിരെ പറയാൻ പോകണം എന്തായിരിക്കും? ഒരുത്തൻ ആലുവയിൽ നിന്ന് വന്നു, ചെറുപ്പക്കാരനാണ്, വിദ്യാഭ്യാസമുണ്ട്, വക്കീലാണ്. അവന് ഞാൻ രാഷ്ട്രീയ അഭയം കൊടുത്തു. പക്ഷെ അവൻ എന്റെ സ്വത്ത് മോഹിച്ചു വന്ന അവനെ പുറത്താക്കി. അപ്പൊ വരുന്നുണ്ട് കമന്റ്. അത് പുള്ളി പറയുന്നതാണ്, പുള്ളിയുടെ ഐഡിയ ആണ്. പുള്ളി പറയുന്നത് നമുക്കറിയാം, പുള്ളി ശൈലിയാണ് അത്. അല്ലെങ്കിൽ പറയും മറ്റു രാഷ്ട്രീയ പാർട്ടികളെ ചാരനായിട്ട് വന്നു എന്ന് പറയും. അപ്പൊ ഈ സൈബർ വിങ്, ഞാൻ പറഞ്ഞു വന്നത് ഈ സൈബർ വിങ്, ഇത്രയും വലിയ സൈബർ വിങ് ഉള്ള ഒരു പ്രസ്ഥാനമാണ് ഈ പറഞ്ഞ 2020. നമുക്കൊന്നും അറിയില്ല. അപ്പൊ ഈ സൈബർ വിങ്ങിനെ വെച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രവൃത്തി ഉണ്ട്. ഇപ്പോ ഈ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ
ഞാൻ പറഞ്ഞത് വലിയ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിക്കൊണ്ട് പുള്ളി എന്തോ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു, വികസനം നടത്തുന്നു എന്നുള്ള രീതിയിൽ കോലഞ്ചേരി പ്രസംഗം തന്നെ പുള്ളി പ്രീ പ്ലാൻ ചെയ്ത് വന്ന ഒരു പ്രസംഗമാണ്. ബിക്കോസ് പുള്ളിക്ക് ഇപ്പോ ഉത്തരേന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വലിയൊരു PR ഏജൻസി ആയിട്ട് കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് പുള്ളി. ഉത്തരേന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അതിപ്പോ പോസ്റ്ററുകൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. ഈ ഉത്തരേന്ത്യക്കാർക്ക് കേരളത്തിലെ രാഷ്ട്രീയത്തെ പറ്റി വലിയ ധാരണ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റർ വന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതൊരു കുട്ടി ചുമട് എടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു കുട്ടി ആ കണ്ണാടിയിലേക്ക് വെക്കുന്നു. കേരളത്തിലെ ബാലവേല നടത്തുന്ന എത്ര ആളുകളുണ്ട്? അങ്ങനെ ഒരു ബാലവേല കണ്ടു കഴിഞ്ഞാൽ നമ്മൾ രാഷ്ട്രീയ പാർട്ടികൾ എന്തിനാ ആ നാട്ടിലുള്ള ഏതെങ്കിലും പ്രമുഖ വ്യക്തികളോ അല്ലെങ്കിൽ ക്ലബ്ബുകളോ യുവാക്കളോ സമ്മതിക്കോ? മലയാളികളായ കുട്ടികൾ അങ്ങനെ പണിക്ക് പോയാണ് സ്കൂളിൽ പോകണമെങ്കിൽ അവര് മുഴുവൻ ചെലവെടുത്ത് ഞാൻ ചെയ്യില്ല, നിങ്ങൾ ചെയ്യില്ലേ? യുപിയിൽ ഇറക്കേണ്ട പോസ്റ്റർ, ബീഹാറിൽ ഇറക്കേണ്ട പോസ്റ്റർ ഇവിടെ ഇറക്കിയേക്കാണ്. അതെന്ന് വെച്ചാൽ ഉത്തരേന്ത്യൻ PR വർക്കുകാർക്ക് അതല്ലേ അറിയൂ, ഇവിടെ കോടികൾ മേടിച്ചേക്കാണല്ലോ. അപ്പൊ പുള്ളിക്ക് പ്രസംഗം എഴുതി കൊടുക്കുന്നത്, പുള്ളിയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, പുള്ളിയുടെ പ്രചരണമൊക്കെ നടത്തുന്നത് ഈ ഉത്തരേന്ത്യൻ PR ഏജൻസിയാണ്. അതാണ് കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ഇങ്ങനെ ഒരു PR ഏജൻസി നടക്കുമ്പോൾ തന്നെ പുള്ളിക്കൊരു പ്രശ്നമുണ്ട്. അതായത് പുള്ളി രാവിലെ എണിച്ചു കഴിഞ്ഞാൽ, നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പ്രഭാത കർമ്മങ്ങൾ ചെയ്യും, അതിനുശേഷം കാര്യങ്ങൾ നോക്കുള്ളൂ. പുള്ളി രാവിലെ എണിച്ചാൽ ആദ്യം നോക്കുന്നത്, ഞാനിത് വെറുതെ പറയുന്നല്ല, എന്നോട് ഒരാൾ പറഞ്ഞതാ, ആദ്യമേ തന്നെ പുള്ളി മൊബൈൽ എടുക്കും, പുള്ളിയുടെ ഫേസ്ബുക്ക് ഹാൻഡിൽസ് മൊത്തം എടുക്കും. ഇൻസ്റ്റാഗ്രാമിൽ സജീവമല്ല, ഇൻസ്റ്റാഗ്രാമിൽ സജീവമായിട്ട് പുള്ളി ഇതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഇരിക്കപ്പുറത്തി ഉണ്ടാവില്ല യുവാക്കൾക്കൊന്നും. ആ രീതിയിലുള്ള PR വർക്ക് വരും. ഫേസ്ബുക്ക് ഹാൻഡിൽ എടുത്തു കഴിഞ്ഞിട്ട് പുള്ളി അതിലുള്ള ഷെയർ ലൈക്കുകൾ നോക്കും. ആദ്യം തന്നെ ഷെയർ ലൈക്കുകൾ കുറവാണെങ്കിൽ അപ്പൊ തന്നെ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വിളിച്ച് ഫയർ ചെയ്യും. ഷെയർ ലൈക്കും കുറവാണ്, ഇന്ന് വ്യൂ കുറവാണ്. അതുപോലെ തന്നെ പുള്ളി രണ്ടാമത്തെ കാര്യം, ഇതിനെ കമന്റുകൾ വായിക്കും. കമന്റുകൾ വായിച്ച് പുള്ളിക്ക് അനുകൂലമായ കമന്റുകൾ വായിച്ച് പുള്ളി സന്തോഷിക്കും, ആഹ്ലാദിക്കും. പുള്ളിക്ക് എതിർപ്പുള്ള കമന്റുകൾ അധികമാണെങ്കിൽ പുള്ളി ആ കമന്റുകൾക്ക് എതിരെ കമന്റ് ഇടാനായിട്ട് ഇവരെ ഏൽപ്പിക്കും. അപ്പൊ അവർ തന്നെ പറഞ്ഞത് രാഷ്ട്രീയത്തെ വലിയ ശല്യമായി. പിന്നെ 2020 എതിരെ എല്ലാ ആളുകളും വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ അവര് വിചാരിച്ചിട്ട് കണ്ടുപിടിച്ചിട്ട് പോകും വഴി എതിര് വന്ന കമന്റുകളൊക്കെ ഡിലീറ്റ് ചെയ്യാൻ തുടങ്ങി. അവർ പറയാണ് ഞങ്ങൾ ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ കുറെ ഫേക്ക് പ്രൊഫൈലുകളും കുറെ ഹാൻഡിൽസും ഉണ്ടാക്കിക്കൊണ്ട് ഇതിലേക്ക് കമന്റ് ഇടാൻ തുടങ്ങി. ആ കമന്റുകൾ എന്താ? 2020 ഈ നാടിന് ആവശ്യമുള്ള സംഘടനയാണ്, 2020 ഈ നാടിന് ഐശ്വര്യം, സാബു ജേക്കബ് നല്ലൊരു വ്യക്തിത്വമാണ്, സാബു ജേക്കബ് ഒരു പുണ്യപ്രവർത്തിയെ ചെയ്യുന്നത്. ഇത് അങ്ങനെ പോയിക്കൊണ്ടത്. അത് കഴിഞ്ഞ് അതിര് കടന്നു, അതിലും സാബു ജേക്കബിന് തൃപ്തിയില്ല. അതിര് കടന്നു അതായത് പുള്ളി പിന്നെ ഡിമാൻഡുകൾ വീണ്ടും വരണം. പുള്ളി ഒരു നാർസിസിസ്റ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. പുള്ളിക്ക് ഈ പോഴ്ത്തുകളും തികഞ്ഞു വരുന്നില്ല. പുള്ളി പറയുന്നത് പുള്ളി ചെയ്യുന്ന കാര്യത്തിൽ തികയില്ല. അപ്പൊ അവരെന്ത് ചെയ്തു? കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി സാബു എം ജേക്കബ് ആണെന്നുള്ള കമന്റ് ഇടാൻ തുടങ്ങി. അത് പുള്ളിക്ക് ബോധിച്ചു. പുള്ളി ഇപ്പോ വിചാരിക്കുന്നത്, പുള്ളിയുടെ ധാരണ, ഞാൻ സർക്കാസം അല്ല, ഉള്ള കാര്യമാണ്. പുള്ളി ഇന്നിപ്പോ കേരളത്തിൽ ഏറ്റവും നല്ല വ്യവസായി, നമ്പർ 1 വ്യവസായി, അതായത് സ്വഭാവത്തിലും സ്വഭാവ ഗുണങ്ങളിലും എല്ലാത്തിലും നമ്പർ 1 വ്യവസായി പുള്ളിയാണ്. പുള്ളിയുടെ പ്രസംഗങ്ങൾ പറയാണ്ട് മറ്റു മുതലാളിമാരെ പോയല്ല ഞാൻ എന്ന് പറയാറുണ്ട്. അതായത് 30,000, പുള്ളി എപ്പോഴും പറയും 30,000 കോടി രൂപ ടേൺ ഓവർ ഉള്ള അല്ലെങ്കിൽ സ്വത്തുള്ള ഒരു കമ്പനിയാണ് എന്റെ, അല്ലെങ്കിൽ 111ാമത്തെ കോടീശ്വരനാണ് ഞാൻ, ഇതൊക്കെ പുള്ളി പറയാറുണ്ട്. അപ്പൊ പുള്ളിക്ക് പിന്നെ തോന്നി ഇനി നമുക്ക് ബഹുമാനം കിട്ടാനുള്ള ഏറ്റവും വലിയ സ്ഥാനം എന്ന് പറഞ്ഞാൽ കേരള മുഖ്യമന്ത്രിക്ക് നല്ല ബഹുമാനം കിട്ടുന്നുണ്ട്. എല്ലാവരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാവരും പുള്ളിയെ മാനിക്കുന്നുണ്ട്, എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. അത് കേരള മുഖ്യമന്ത്രി ആ പദവിക്ക് കിട്ടുന്ന ബഹുമാനമാണ്. അതിപ്പോ ആരിരുന്നാലും നമ്മളെല്ലാവരും ബഹുമാനം. ഇപ്പൊ പുള്ളി സാബു എം ജേക്കബ് എന്ന ഞാൻ അടുത്ത മുഖ്യമന്ത്രി, ഇപ്പൊ പുള്ളിക്ക് എങ്ങനെയും മുഖ്യമന്ത്രി ആവണം. അതിന് പുള്ളി ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഞാൻ എന്തായാലും ഈ പ്രോഗ്രാം നടന്നത് അടുത്ത മുന്നണി പ്രവേശനമാണ്. ഇപ്പൊ പുള്ളി അടുത്ത ബോംബ് പുള്ളിയിലുണ്ട്. ഇപ്പൊ ബോംബുകൾ പലതും പൊട്ടിച്ചു. ഇനി അടുത്ത ബോംബ് എന്താ? പുള്ളി കമ്മിറ്റി പറഞ്ഞൊരു ബോംബ് ഞാൻ പറയാം. മുന്നണി പ്രവേശനം ചർച്ച വന്നു കഴിഞ്ഞപ്പോൾ LDF വേണ്ട, മാറ്റി നിർത്താം. LDF ആയിട്ട് ഒരു ചർച്ചയില്ല. VD സതീശൻ എന്നെ കാണാൻ വന്നിരുന്നു. VD സതീശനായിട്ട് ഞാൻ സംസാരിച്ചു. കുന്നത്തനാട് സീറ്റും കോതമംഗലം സീറ്റും ഉറപ്പ് തന്നു. 2 സീറ്റ് പോരാ. പക്ഷെ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ചർച്ച ചെയ്താണ്. ഈ 2020 ശല്യം കാരണം ചിലപ്പോൾ കോൺഗ്രസ്സുകാർ VD സതീശനോട് ചർച്ച ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും. എറണാകുളം ജില്ലയിലാണ് കോൺഗ്രസിന് ഒരു സജീവമായിട്ട് പ്രവർത്തനമുള്ള ഒരു മേഖലയാണ്. സതീശൻ ചർച്ച ചെയ്തിട്ടുണ്ടാവും. പുള്ളി പറഞ്ഞു നമുക്കത് വേണ്ട. പിന്നെ ഉള്ള ഓപ്ഷൻ NDA ആണ്. നിങ്ങളുടെ അഭിപ്രായം പറയാൻ പറഞ്ഞു. 2.5 മണിക്കൂർ ആ ചർച്ച നടന്നത്. 2.5 മണിക്കൂർ 95% ആളുകൾ, അതായത് 3 പേരൊഴിച്ച് 95 അല്ല 99% ആളുകൾ പുള്ളി പറഞ്ഞ അഭിപ്രായത്തോട് യോജിക്കുകയാണ്. നമുക്ക് NDAയിൽ ചേരാം. NDA ആണെന്ന് ഇപ്പൊ രാജ്യം ഭരിക്കുന്നത്. NDA വളർന്നു വരുന്ന, അല്ലെ BJP വളർന്നു വരുന്ന ഒരു പാർട്ടിയാണ്. അവരുടെ സഖ്യത്തിൽ പോ എന്ന് തീരുമാനിക്കുകയാണ്. 1-2 പേര് പറഞ്ഞു നമുക്ക് ഒറ്റയ്ക്ക് നിൽക്കാം. അവർക്ക് ഇതിനെ കളി അറിയില്ല. ഞാൻ മാത്രം പറഞ്ഞു നിങ്ങൾ എന്ത് രാഷ്ട്രീയം പറഞ്ഞിട്ട് ഇത് പറയുന്നത്? ഒന്ന്, ഈ പറഞ്ഞ 2020 എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ ഇട്ടാവട്ടത്ത് മാത്രമല്ല, ഈ എറണാകുളം ജില്ലയിലാണ് ഉള്ളത്. എറണാകുളം ജില്ലയിൽ ഈ പറഞ്ഞ BJPയുടെ അവസ്ഥ എന്താ? കുന്നത്തനാട് ജയിക്കോ? കുന്നത്തനാട് 7000 വോട്ടാണ് കിട്ടിയേക്കണേ. നമ്മൾ സ്റ്റഡിയുടെ ആയിട്ടാണ് ചെന്നേക്കണം. പുള്ളിക്കത് അറിയില്ല. പുള്ളിക്ക് എങ്ങനെയെങ്കിലും കൊണ്ട് ഈ എല്ലാവരും കൂടെ സമീപിച്ചത് കൊണ്ട് BJP കൊണ്ട് ചാടിക്കണം. വൈസ് പ്രസിഡന്റ് ഗോകുമാറിനെ ചാടിച്ച് പുള്ളിക്ക് MP ആവണം, കേന്ദ്രമന്ത്രി ആവണം. അത് പിന്നെയും പറയാം. പുള്ളിക്ക് ഇത് എങ്ങനെയും കൊണ്ടുപോകണം. അപ്പൊ ഞാൻ പറഞ്ഞു 7000 വോട്ട് പ്ലസ് 42,000 വോട്ട് നിങ്ങൾ സിനജൻ MLA മറികടക്കില്ല. നിങ്ങൾ കോൺഗ്രസ് 2ാം സ്ഥാനത്തെത്തിയ കോൺഗ്രസിനെ മറികടക്കില്ല. ഇത് കഴിഞ്ഞാൽ BJPക്ക് ഏറ്റവും കൂടുതൽ വോട്ടുള്ള സ്ഥലം തൃപ്പൂണിത്തുറ 23,000 വോട്ട്.
അവിടെ 2020 എന്ത് വോട്ടുണ്ട്? ഒരു വോട്ടുമില്ല. അവിടെ പോയി നിങ്ങൾ ഇവരെ മറികടക്കോ? കോൺഗ്രസിനെ അല്ലെങ്കിൽ CPM-നെ മറികടക്കോ? ഇല്ല. ഈ 14 മണ്ഡലങ്ങളിൽ സമ്പൂർണ്ണ പരാജയമായിരിക്കും. അതൊന്ന്.